നമസ്കാരം. ഫെബ്രുവരി മലയാള സിനിമയുടെ സീൻ മാറ്റിയത് നമ്മൾ മുന്നേ സംസാരിച്ചാണ്. മഞ്ഞുമ്മൽ ബോയ്സും പ്രേമലുവും ഇപ്പോഴും തകർത്തോടിക്കൊണ്ടിരിക്കുകയാണ് തിയേറ്ററുകളിൽ. ഇപ്പോൾ മാർച്ച് മാസം പകുതി കഴിഞ്ഞു. ഒട്ടേറെ ചിത്രങ്ങൾ തിയേറ്ററിൽ വന്നു. മലയാളത്തിൽ നിന്ന് തന്നെ അഭിപ്രായം നേടിയതും നേടാത്തതുമായ സിനിമകൾ ഇതിലുണ്ട്. ഇതിൽ എക്സിറ്റ് നല്ല അഭിപ്രായമൊക്കെ കേട്ടിരുന്നു, പക്ഷേ എനിക്കിതുവരെ കാണാൻ സാധിച്ചില്ല. പ്രധാന കാരണം തിയേറ്ററുകൾ വളരെ കുറവാണ് എന്ന് തന്നെയാണ്. അതുപോലെ ഈ ആഴ്ച റിലീസ് ചെയ്തതിൽ ജനനം 1947, പ്രണയം തുടരുന്നു എന്ന ചിത്രത്തിനും കണ്ടവരൊക്കെ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിനും തിയേറ്ററുകൾ കുറവാണ് എന്നുള്ളത് കൊണ്ട് കാണാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇനിയിപ്പോൾ OTT കാണാൻ സാധിക്കുകയുള്ളൂ ഈ സിനിമകൾ എന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയുടെ വീഡിയോ ചെയ്തതിൻ്റെ താഴെ കുറച്ച് കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അതുകൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ സിനിമാ വിശേഷങ്ങളിലേക്ക് പോകാമെന്ന് കരുതുന്നു. തങ്കമണി എന്ന സിനിമയുടെ വീഡിയോ ചെയ്യാത്തതുമായി ബന്ധപ്പെട്ടാണ് കമൻറ്റുകൾ ഏറെ വന്നിട്ടുള്ളത്. നല്ലൊരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്നു, പേടിച്ചിട്ടാടാ ഒന്നും മിണ്ടാത്തെ, നീ അല്ലെങ്കിലും ദിലീപ് ഹെയ്റ്ററാണ്, ഞാനും പയ്യന്നൂരുകാരനാണ്, ഇങ്ങനെ ദിലീപിൻ്റെ പടങ്ങൾ റിവ്യൂ ചെയ്യില്ല. അങ്ങനെ പല രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സിനിമ റിലീസ് ചെയ്ത വെള്ളി, പിന്നെ വന്ന ശനി, ഞായർ, തിങ്കൾ ഈ ദിവസങ്ങളിൽ എനിക്ക് സിനിമ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമേ അല്ലായിരുന്നു. ഞാനൊരു പ്രോഗ്രാമിൽ ആയിരുന്നു. അതുകൊണ്ട് അതിൻ്റെ തിരക്കുകളൊക്കെ ആയതുകൊണ്ട് സിനിമ കാണാൻ പറ്റിയില്ല. അങ്ങനെ ഈ കമൻറ്റുകളൊക്കെ കണ്ട് ആവേശമൂത്ത് ഞാൻ ബുധനാഴ്ച 5:45 ഷോ കാണാൻ പത്തനംതിട്ടയ്ക്ക് പോയി. പക്ഷേ വേറെ ഒരു ചേട്ടൻ കൂടെ സിനിമ കാണാൻ വന്നുള്ളൂ. 2 പേർക്ക് വേണ്ടി ഷോ നടത്താൻ തിയേറ്ററുകാരെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഈ സിനിമ കാണാനും സാധിച്ചില്ല. ഒന്നും മിണ്ടാതിരുന്നാലും ഡീഗ്രേഡ് ചെയ്യലാണെന്ന് ഒരു വിഭാഗം പറയുന്നു. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അതും ഡീഗ്രേഡിംഗ് ആണെന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. പടം കാണാൻ പോയി ഷോ നടക്കാതെ തിരിച്ചു വന്ന എൻ്റെ അവസ്ഥ ഇനിയിപ്പോൾ ഇവിടെ പറയാം, അല്ലാതെ എന്താ. അപ്പോൾ ഇന്ന് അഞ്ചക്കള്ള കോക്കാൻ പൊറാട്ട് എന്ന സിനിമയെക്കുറിച്ച്. ശനിയാഴ്ച സെക്കൻഡ് ഷോ കടപ്ര ആശീർവാദ് സിനിമാസിലാണ് ഞാൻ കണ്ടത്. ഏകദേശം ഹൗസ്ഫുൾ ആയിരുന്നു ചിത്രം എന്ന് തന്നെ പറയാം. ഉല്ലാസ് ചെമ്പൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ലുക്മാൻ, ചെമ്പൻ വിനോദ് ജോസ്, മണികണ്ഠൻ ആചാരി, മേഘ തോമസ്, സെന്തിൽ കൃഷ്ണ തുടങ്ങിയവരൊക്കെയാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത്. ചിത്രത്തിൻ്റെ കഥ കേരള കർണാടക അതിർത്തിയിലുള്ള ഒരു ഗ്രാമത്തിലാണ് നടക്കുന്നത്. തങ്കമണി എന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതിനടിസ്ഥാനമായ യഥാർത്ഥ സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാവും. നമ്മൾ ഏകദേശം അതിനെക്കുറിച്ച് ധാരണയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഈ സിനിമയുടെ കഥ നടക്കുന്ന കാലഘട്ടം എന്നത് തങ്കമണി സംഭവം നടന്നതിന് ശേഷം വരുന്ന ഇലക്ഷൻ കാലം കൂടെയാണ്. ആ നാട്ടിലെ പ്രമാണിയായ ചാപ്ര എന്ന വ്യക്തി കൊല്ലപ്പെടുന്നു. ആരാണ് കൊലപാതകി എന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് നല്ല പ്രഷറുണ്ട്. ആ സമയത്ത് തന്നെ വസുദേവൻ എന്ന കോൺസ്റ്റബിൾ ആ സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നു. സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് അയാൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അവിടുത്തെ പോലീസുകാരൻ കൂടെ നടവരമ്പൻ സാറാണ്. പ്രധാന കഥാപാത്രങ്ങളും കഥ നടക്കുന്ന ഒരു സ്പേസും ഇതാണെന്ന് പറയാം. വിക്കിൽ വേണുവാണ് ചിത്രത്തിൻ്റെ കോ റൈറ്റർ. കഥയ്ക്കപ്പുറത്തേക്ക് മേക്കിങ്ങിൻ്റെ സാധ്യതകളെയാണ് ഉല്ലാസ് ചെമ്പൻ ഇവിടെ പരിഗണിച്ചിരിക്കുന്നത്. അതിൽ വിജയിച്ചിട്ടുമുണ്ട്. കഥ മാത്രമാണ് നോക്കുന്നതെങ്കിൽ അതിൽ കൊണ്ടുവരുന്ന സംഗതികളൊക്കെ നോക്കിയാലും വലിയ പരിപാടികളൊന്നുമില്ല. ചില കാര്യങ്ങൾ പ്രെഡിക്റ്റബിൾ ആണ് എന്ന സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തെ മറികടന്ന് തന്നെ ഒരു മികച്ച തിയേറ്റർ അനുഭവം സമ്മാനിക്കാൻ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. പ്രകടനമാണെങ്കിലും ടെക്നിക്കൽ സൈഡാണെങ്കിലും കട്ടയ്ക്ക് തന്നെ നിന്നിട്ടുണ്ടെന്ന് പറയാം. നേരത്തെ സൂചിപ്പിച്ചല്ലോ, കേരള കർണാടക ബോർഡറിലാണ് കഥ നടക്കുന്നതെന്ന്. ആ ഒരു സ്പേസിനെ ഗംഭീരമായി തന്നെ സിനിമ അടയാളപ്പെടുത്തുന്നുണ്ട്. അവിടുത്തെ കുന്നും മലകളും കൃഷിയിടങ്ങളും പോലീസ് സ്റ്റേഷനും ജീവിതവുമൊക്കെയായി ആ ഒരു സ്പേസിനെ നല്ല രസമായി തന്നെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. വിഷ്വൽസ്, കളർ ടോൺ എന്നിവയും ഇതിനോടൊപ്പം തന്നെ പറയേണ്ടുന്ന കാര്യങ്ങളാണ്. പശ്ചാത്തല സംഗീതം മൊത്തത്തിൽ സിനിമയെ ലിഫ്റ്റ് ചെയ്യുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. സ്ക്രീനിലെ കാഴ്ചകൾക്കൊപ്പം പ്രേക്ഷകനും ഒരു ഹൈ ഫീൽ കിട്ടുന്നുണ്ടെന്ന് തന്നെ പറയാം. കഥ പറച്ചിലിൽ സംഭവം നടന്നതിന് ശേഷം അതിന് മുന്നേ നടന്നതിൽ നിന്നും തിരിച്ചു വരുന്ന പരിപാടിയൊക്കെ രസകരമായി തന്നെ അനുഭവപ്പെട്ടു. സൗണ്ട് എഫക്ട്സ് നല്ലതായിരുന്നു. ടെക്നിക്കൽ മികവ് കൊണ്ട് തന്നെ ഒരു തിയേറ്റർ വാച്ച് എന്നത് ചിത്രം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അർമോ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് രോഹിത് VS, സംഗീതം മണികണ്ഠൻ അയ്യപ്പ, ആർട്ട് രഞ്ജിത്ത് എന്നിവരാണ് കൈകാര്യം ചെയ്തത്. പ്രകടനത്തിലേക്ക് വന്നാൽ ചെമ്പൻ വിനോദ് ജോസാണ് ആദ്യം പറയേണ്ടുന്ന പേര്. വസുദേവൻ എന്ന കഥാപാത്രം വന്നു കഴിയുമ്പോൾ അയാളെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന, സ്റ്റേഷനിലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ആ കഥാപാത്രത്തിൻ്റെ ഓരോ ഷെയ്ഡ്സും റിവീൽ ചെയ്തുകൊണ്ട് വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ചെമ്പൻ ഞെട്ടിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. ആ കഥാപാത്രത്തിനൊരു റോ സ്വഭാവമൊക്കെ കാണിക്കുന്നത് കൊള്ളാമായിരുന്നു. ലുക്മാൻ്റെ കഥാപാത്രത്തിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അയാളുടെ ഭൂതകാലവുമായി ബന്ധപ്പെടുത്തിയ സിനിമ അത് വിവരിക്കുന്നുണ്ട്. അത് ഞാൻ എന്താണെന്ന് ഇവിടെ പറയുന്നില്ല. കൺവിൻസിംഗ് ആയി തന്നെ ആ റോൾ ചെയ്തു എന്ന് തോന്നി. മണികണ്ഠൻ ആചാരി ഗംഭീര പ്രകടനമായിരുന്നു. പ്രത്യേകിച്ച് ഫ്ലാഷ് ബാക്ക് സീനിൽ വരുന്ന സമയത്ത് കഥ എന്നത് മുന്നേ കണ്ടുള്ള രീതിയിൽ തന്നെ പോകുമ്പോഴും പ്രകടനം കൊണ്ട് ലൈവ് ആക്കി കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു കിടിലൻ പ്രകടനം കാണാൻ സാധിക്കുന്നതും. ഒരു കിടിലൻ സീനുണ്ട്, ഞാനെക്കുറിച്ച് പറഞ്ഞാൽ സ്പോയിലർ ആവും എന്നതിനാൽ പറയുന്നില്ല. ഈ സിനിമയിൽ ഗില്ലാപ്പീസ് എന്ന പേരുമായി 2 പേരുണ്ട്. പ്രവീൺ TJ, മെറിൻ ജോസ് എന്നിവരാണ് ആ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. വേറെ സ്റ്റൈൽ പരിപാടിയാണ്. കിടിലൻ വൈബോടെ ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ കണ്ടു തന്നെ അറിയുക. സെന്തിൽ കൃഷ്ണ, ശ്രീജിത്ത് രവി, മേഘ തോമസ് തുടങ്ങിയവരൊക്കെയാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. എല്ലാവരും അവർ റോളുകളോട് നീതി പുലർത്തി എന്ന് തന്നെയാണ് അനുഭവപ്പെട്ടത്.
അഞ്ചക്കള്ള കോക്കാൻ പൊറാട്ട് സിനിമയുടെ പേര് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ ഒരു പേര് കേൾക്കുമ്പോൾ ഒരാശങ്ക മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും വളരെ റെലവൻ്റ് ഒരു പേര് തന്നെയാണ് എന്നുള്ളത്. ഇതിൽ പറയുന്ന ആർട്ട് ഫോം, നായകൻ്റെ ലൈഫുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവന്നൊക്കെ സിനിമയിൽ മൊത്തത്തിൽ കൊള്ളാവുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. വയലൻസ് സിനിമയിൽ കൂടുതലാണ് എന്നത് ഓർമ്മിപ്പിക്കുന്നു. 2 ആക്ഷൻ സീക്വൻസുകൾ സിനിമയിൽ വൻ പരിപാടിയായിരുന്നു. ഒന്ന് ആ ഷാപ്പിലെയും പിന്നെ പോലീസ് സ്റ്റേഷനിലെയും. കൊറിയോഗ്രാഫിക്ക് കിടലിനായി തന്നെ അനുഭവപ്പെട്ടു. ഓവറോൾ എനിക്ക് പടം വർക്കായി. നമ്മൾ ഇതുവരെ കേൾക്കാത്ത കഥയൊന്നുമല്ല, പിന്നെ ഒരു ഇമോഷണൽ കണക്ട് എന്നത് നല്ല രീതിയിൽ എവിടെയും അനുഭവപ്പെടുന്നുമില്ല. ഈ 2 കാര്യങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ അതിനെ കവച്ചു വെച്ച് ഒരു മികച്ച തിയേറ്റർ അനുഭവം സിനിമ സമ്മാനിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സബ്സ്റ്റൻസ് എന്നതിനേക്കാൾ സ്റ്റൈലിനാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അത് വർക്കായിട്ടുമുണ്ട്. ആളുകൾക്ക് കൊള്ളാവുന്ന സിനിമ വരണമെന്നും തിയേറ്ററിൽ പോയി കാണണമെന്നും ആഗ്രഹമുണ്ട് എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഹൗസ്ഫുൾ ഷോസ് എന്ന് കരുതപ്പെടുന്നു. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ.